നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഈ വർഷം അതായത് 2019 മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 5 സിനിമകളെ കുറിച്ച് നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം ഈ വർഷം വളരെയധികം ബിഗ് ബജറ്റിലുള്ള ചിത്രങ്ങൾ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമല്ല നമുക്കറിയാം. 100 കോടി 300 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്ന നിരവധി ചിത്രങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഷൂട്ടിംഗ് പൂർത്തിയായി അല്ലെങ്കിൽ ഷൂട്ടിംഗ് പൂർത്തിയാവും, ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുമോ എന്ന് ഉറപ്പുള്ള 5 ചിത്രങ്ങളെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം, അധികം സമയം കളയണ്ട. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മധുരരാജയാണ്. തിയേറ്റർ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമായിരിക്കും. ഗൂഗിളിലെല്ലാം ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗൂഗിളിൽ ഒന്നാം സ്ഥാനത്ത് സെർച്ചിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ മധുരരാജയാണ് ഇതിനകത്തും ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മമ്മൂട്ടി നായകനായി എത്തുന്ന മധുരരാജ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖാണ്. ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ഉദയകൃഷ്ണയാണ്. ഉദയകൃഷ്ണ വൈശാഖുമായി ഒത്തുവരുന്ന അടുത്ത ഒരു സൂപ്പർ ഹിറ്റിനുള്ള എല്ലാ സാധ്യതകളും ചിത്രത്തിന് കാണുന്നുണ്ട്. പീറ്റർ ഹെയ്നാണ് ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 4 പ്രമുഖ നായികമാർ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതുകൂടാതെ സണ്ണി ലിയോണും ചിത്രത്തിൽ ഒരു ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളൊരു കാര്യവും നിങ്ങൾ എല്ലാവരും അറിഞ്ഞായിരിക്കും. എന്നാൽ എന്തായാലും മധുരരാജയാണ് ഒന്നാം സ്ഥാനത്ത് ഗൂഗിളിലെ സെർച്ചിങ്ങിൽ നിൽക്കുന്നത്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലൂസിഫർ ആണ്. സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ നായകനാക്കി യുവ സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലൂസിഫർ. മലയാളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുക്കളിലൊന്നായ മുരളി ഗോപിയാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടൊവിനോ തോമസ്, നമ്മുടെ വിവേക് ഒബ്രോയ് എന്നിവരെല്ലാം ചിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വേഷങ്ങളിൽ എത്തുന്നു. മഞ്ജു വാര്യരാണ് ചിത്രത്തിലെ നായികയായി അഭിനയിക്കുന്നത്. ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം വാനോളം ഉയർന്നിട്ടുണ്ട്. എന്തായാലും ആ പ്രതീക്ഷകൾ കുറയ്ക്കണം എന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന്റെ കാര്യം എന്നുള്ള കാര്യം നമുക്ക് തിയേറ്ററിൽ എത്തിയാലേ അറിയുള്ളൂ. ചിത്രം ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലർ എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് പ്രൊഫസർ ഡിങ്കൻ ആണ്. നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് നായകനായി എത്തുന്ന 3D സിനിമയാണ് പ്രൊഫസർ ഡിങ്കൻ. പ്രശസ്ത സംവിധായകനായ റാഫി ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ റാഫിയാണ് ചിത്രത്തിന്റെ തിരക്കഥയും രചിച്ചിരിക്കുന്നത്. നമിത പ്രമോദാണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാമറാമാൻമാരിൽ ഒരാളായ രാമചന്ദ്ര ബാബു, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള രാമചന്ദ്ര ബാബു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രൊഫസർ ഡിങ്കൻ എന്ന് പറയുന്നത്. പൂർണ്ണമായും 3Dയിൽ ചിത്രീകരിക്കുന്ന ഈ ചിത്രത്തിന്റെ ആദ്യ ടീസർ പുറത്തു വന്നത് ഞാൻ കണ്ടതാണ്. നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ഗംഭീരമായിട്ടുള്ളൊരു ടീസറായിരുന്നു ആ ചിത്രത്തിന് ലഭിച്ചത്, അല്ലെങ്കിൽ ആ ചിത്രത്തിന് വേണ്ടി ഇറക്കിയത്. അത് നമുക്ക് പ്രതീക്ഷയുടെ കാര്യത്തിൽ ഒരു നല്ലൊരു റേഞ്ചിലേക്ക് എത്തിക്കാൻ ഈ ഒരു ടീസർ സഹായകമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് യുവ സൂപ്പർ സ്റ്റാർ എന്ന് നേരത്തെ പറഞ്ഞ നമ്മുടെ പൃഥ്വിരാജിന്റെ തന്നെ സ്വന്തം ചിത്രമായ ആടുജീവിതം എന്ന് പറയുന്ന ചിത്രമാണ്. ആടുജീവിതം സംവിധാനം ചെയ്യുന്നത് ബ്ലസ്സിയാണ്. കുറെ വർഷങ്ങളായി നമ്മൾ ആടുജീവിതത്തെ കുറിച്ച് കേൾക്കുന്നു. എന്നാൽ ഈ വർഷം ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമല പോളാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ആടുജീവിതം എന്ന് പറയുന്നത് ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന കഥയെ ആസ്പദമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ചിത്രമാണ് ആടുജീവിതം. ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ ഒന്നാണ് ആടുജീവിതം. അത് വായിച്ചവർക്ക് അറിയാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ആടുജീവിതത്തെ പറ്റി പറഞ്ഞാൽ, ആ ഒരു കഥ ഒരിക്കൽ വായിച്ചവർക്കറിയാം ഇത് എത്രത്തോളം ഗംഭീരമായിട്ടുള്ള രചനയാണെന്ന്. പക്ഷെ അത് എങ്ങനെയാണ് സ്ക്രീനിൽ എത്തിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് വലിയധികം ആശങ്കയുണ്ട്. എന്തായാലും ഈ ഒരു ലിസ്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ആടുജീവിതം തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു കഥയെ എങ്ങനെ സ്ക്രീനിൽ എത്തിക്കും. കാരണം നമുക്ക് ഒരല്പം പിഴച്ചു പോയി കഴിഞ്ഞാൽ ചിത്രം വളരെയധികം ബോറടിക്കുന്ന രീതിയിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേമാതിരിയുള്ള ഒരു കഥയാണത്. എന്നാൽ അത് ബ്ലസ്സിയാണ് സംവിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു നല്ല രീതിയിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. പിന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം, AR റഹ്മാനാണ് ചിത്രത്തിൽ സംഗീതം ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അദ്ദേഹമാണ് ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ആദ്യഘട്ടത്തിലുള്ള വിവരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AR റഹ്മാന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവായിരിക്കും ഈ പറഞ്ഞ ആടുജീവിതം എന്ന് പറയുന്നത്. 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഒരു യമണ്ടൻ പ്രേമകഥ എന്ന് പറയുന്ന ദുൽഖർ ചിത്രമാണ്. ദുൽഖറിന്റെ കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഏകദേശം 1.5 വർഷങ്ങൾക്ക് ശേഷമുള്ള മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവാണ് ഒരു യമണ്ടൻ പ്രേമകഥ.
ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനുമാണ് ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത്. അവരുടെ തിരക്കഥ ഏത് രീതിയിലുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പൂർണ്ണമായിട്ടും കോമഡി ചിത്രം തന്നെയായിരിക്കും ഇത് എന്നാണ് പ്രാഥമിക ഘട്ടത്തിലുള്ള പോസ്റ്ററുകളെല്ലാം കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീല് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പറവയ്ക്ക് ശേഷം ദുൽഖർ ഒരു നാടൻ കഥാപാത്രമായി എത്തുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. അതുപോലെ തന്നെ 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ മലയാളത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. എന്തായാലും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് മോഹൻലാലിനും അല്ലെങ്കിൽ അതുപോലെ തന്നെ മമ്മൂട്ടിക്കുമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ദിലീപിനും നല്ല രീതിയിലുള്ള ആരാധകരുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു പേരുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നായകനാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ 1.5 വർഷത്തെ ഗ്യാപ്പ് മലയാളികൾക്ക് വളരെയധികം ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഹൈപ്പിന്റെ കാര്യത്തിൽ യമണ്ടൻ പ്രണയകഥ പ്രേമകഥ നല്ലൊരു റേഞ്ചിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ലിസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നത് ആടുജീവിതം തന്നെയാണ്. ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.